MGU3A TCI Introductory Course. ഞാൻ അൻസു, ഞാനൊരു സ്ത്രീ, ഞാനൊരു മലയാളി, സൈക്കോളജിസ്റ്റ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു മകളാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു മനുഷ്യനാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് 11/4/2026 TCI ഇൻട്രൊഡക്ടറി കോഴ്സ് നയിച്ചത് അൻസു മാഡം. തീം: മനുഷ്യബന്ധങ്ങളുടെയും വികസനത്തിന്റെയും അടിസ്ഥാന ഘടകമാണ് ആശയവിനിമയം. അർത്ഥവത്തായ വൈകാരിക ആശയവിനിമയത്തിനായി നമുക്ക് നമ്മുടെ സമയം നിക്ഷേപിക്കാം, വിനിയോഗിക്കാം. Communication is the key to human relationships and connections. Let us invest our time in meaningful emotional communication. ആശയവിനിമയം അർത്ഥവത്തായിരിക്കണം. സുതാര്യമായാൽ അത് ബന്ധങ്ങൾ സുദൃഢമാക്കും. വൈകാരികവും സത്യസന്ധവുമാണെങ്കിൽ മനസ്സിന് ശാന്തത ലഭിക്കും. ആശയവിനിമയം വ്യക്തമായിരിക്കണം. ക്ലിയർ ആയില്ല. എന്റെ ചോദ്യം ആയിരുന്നു ചോദിക്കുക, ജേണൽ അടച്ചു വെക്കുക. ഞങ്ങൾ എല്ലാവരും 2 പേർ വീതമുള്ള ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സംശയങ്ങളായി. ചോദ്യങ്ങൾ വളരെ ലളിതമായിരുന്നു. ഹു ആർ യു? നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെയാണ്? വേർ ആർ യു? നിങ്ങൾ എന്തിനിവിടെ ആയിരിക്കുന്നു? വൈ ആർ യു ഹിയർ? ഈ ചോദ്യങ്ങൾ 20 പ്രാവശ്യം ഒരാളോട് ചോദിക്കണം. ഞാൻ സസ്യങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവൾ. ഞാൻ ജന്തുജീവികളെ എങ്ങനെ കൊല്ലാൻ സാധിക്കുന്നു എന്ന് പോലും വല്ലപ്പോൾ ചിന്തിക്കുന്നവൾ. ഞാൻ മനുഷ്യരെ സുഖമാക്കാൻ ആഗ്രഹിക്കുന്നവൾ. ഞാൻ തെറ്റിദ്ധാരണകളാണ് ദുഃഖമുണ്ടാകുന്നത് എന്ന് കരുതുന്നവൾ. ഈ 3 ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ തന്നെ ഞാനും നീയും ഒരുപോലെയാണെന്നും ഞാൻ പ്രപഞ്ചത്തിലെ ഒരു കണിക മാത്രമാണെന്നും സഹോദരങ്ങൾ എൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും എല്ലാറ്റിനും എല്ലാവർക്കും ഓരോ റോൾ ഉണ്ട് എന്നും സമയം പൂർണ്ണമായി ഉപയോഗിക്കണമെന്നും ജീവനോടെ ജീവിക്കണമെന്നും ഇനിയും എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മൾ അനന്യരാണ്. ഞാൻ ഒരു വൃക്ഷം, തണലത്ത് അനേകർ. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, സ്മെൽ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നു. ഞാൻ ചെയ്യേണ്ടത് എനിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. വിടരുന്ന പൂക്കളിലൂടെ മണ്ണിന്റെ സുഗന്ധമെന്നിൽ നിറയും
കണക്ക് കുട്ടികളെല്ലാം അവിടെ. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഈ ഒരു ബർത്ത് ഓർഡർ പൊസിഷനിൽ, അതായത് മൂത്തതെന്നോ ഇളയതെന്നോ രണ്ടാമത്തേന്നോ ഇടയ്ക്കത്തെ കുട്ടികളെന്നോ മൂത്തതെന്നോ ഏതിലാണോ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചു ഏറ്റവും മൂത്ത കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ, ഇളയതെന്നുള്ള രീതിയിലുണ്ടായിരുന്നോ, ഒറ്റ കുട്ടി എന്നുള്ളതിലുണ്ടായിരുന്നോ, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. ഈ ഒറ്റക്കുട്ടിയെ ഞങ്ങൾ ഇളയ കുട്ടികളുടെ കൂടെ കൂട്ടാം അല്ലെ, അതോ മൂത്ത കുട്ടികൾ എടുക്കുമോ? മൂത്തതിൻ്റെയും കൂടെ എടുക്കാം അല്ലേ? പക്ഷെ നമ്മൾ സിംഗിൾ ആയിരുന്നു, അതിന്റെ പ്രത്യേകതകൾ പറയണം കേട്ടോ. ശരി, ഇനി കുടിക്കും. ചാൾസ് ഡാർവിൻ ഫൈൻഡ് ഔട്ട് 45 ഇമോഷൻസ്. അതായിരുന്നു ഞങ്ങളുടെ അടുത്ത ടാസ്ക്. ബേസിക് ഇമോഷൻസ് ഹാപ്പിനെസ്, ആങ്കർ, സാഡ്, ഫിയർ, സർപ്രൈസ്, ഡിസ്കസ്റ്റ് എന്നിവയാണ്. കണ്ടുപോയി നീലൻ പാതയിൽ, കണ്ടുവോ നിങ്ങളീ പുണ്യഗേഹം, കാനനഭംഗി തൻ നടുവിൽ ചുറ്റും പൂമ്പാറ്റകൾ തുള്ളിക്കളിക്കുമിടം. ബിഹേവിയർ പാറ്റേൺ കണ്ടെത്തലായിരുന്നു അടുത്ത തീം. പാസീവ് അഗ്രസീവ്, പാസീവ് അഗ്രസീവ്, അസർട്ടീവ് ഇങ്ങനെ തരംതിരിച്ചു. പുഴുക്കലായി അറിവിൻ വെളിച്ചു നേടാം, മനസ്സിനാഴങ്ങളിലുളിയിടാം. കളിക്കുമിടം സ്വയം മാറി ചിന്തിച്ചിടാം, നവസമൂഹ രചനയിൽ പങ്കാളിയാകാം. ചുറ്റിലും അവസര കവാടങ്ങൾ മാത്രം കണ്ണുകൾ മെല്ലെ തുറന്നു വയ്ക്കൂ. കണ്ടുപോയി നീളൻ പാതയിൽ, കണ്ടുപോ നീങ്ങളീ പുണ്യഗേഹം, ചിന്തകൾ ബന്ധനമുക്തമാക്കൂ. ഞാനൊറ്റയ്ക്കല്ലിവിടെ, ചുറ്റിലും പൂമപ്പറക്കകൾ കൂട്ടിനായുണ്ട്. ദൗത്യസേനയിൽ ദൗത്യസഞ്ചാരിയായി ഒരു പൂവിൽ മറ്റൊന്നിലേക്കായി പൂമ്പാത്രകളെപ്പോ
പുഞ്ചരിപ്പൂ കണ്ടുവോ ഈ നീലൻ പാതയിൽ കണ്ടുവോ നീങ്ങളീ പുണ്യഗേഹം കാനനഭംഗിത്ത നടുവിൽ ചുറ്റും പൂമ്പാറ്റകൾ തുള്ളിക്കളിക്കുമിടം ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ സെഷനിൽ വന്നപ്പോൾ എന്തായിരുന്നു? ചായക്ക് ശേഷം എന്നിലെ എന്നെ എന്ത് ചെയ്യും? Who are you? മൂന്ന് question answer. Who are you? Where am I? ഇതിനിവിടെ ഇപ്പോൾ why are you here? എവിടെയാണ്? Who am I, where am I and why am I here എന്നുള്ള 3 ചോദ്യത്തിൽ എന്തൊക്കെ ചെയ്യും? ഒരു പെയറിലിരുന്ന് 60 ആൻസേഴ്സ് കഴിയും. അതിൻ്റെ ഒരു കാഴ്ച ഷെയർ ചെയ്യും. അടുത്ത ഓരോരുത്തരെയും പരിഗണിക്കണം. എല്ലാവരും ഒരു ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരും ആത്മാഭിമാനമുള്ളവരുമാണ്. അവരുടെ ആത്മാഭിമാനം വ്രണപ്പെടുത്താതെ പരിഗണിക്കാനും ഡിസ്കസ് ചെയ്യാനും ആർഗ്യൂ ചെയ്യാനും യെസ് പറയാനും നോ പറയാനും പഠിക്കണം. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ വൃത്തപരിധി ഞാൻ വികസിപ്പിക്കുന്നു. ഞാൻ അസർട്ടീവ് ആകാൻ ശ്രമിക്കും. EQയും IQയും ബാലൻസ് ചെയ്യും. ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കണം. അവർ പറയുന്നത് മുഴുവൻ കേൾക്കണം. അതിനുശേഷം കണ്ണിൽ നോക്കി മന്ദഹസിക്കണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.